നാളെ വെള്ളിയാഴ്ച മാർക്കോ വരുന്നു. മാർക്കോയ്ക്ക് എതിരാളിയായിട്ട് റൈഫിൾ ക്ലബിലുള്ള ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പരിധിവരെ ഇത് ഏറ്റവും പ്ലസ് പറയുള്ളൂ. അത്യാവശ്യം വയലൻസും കാര്യങ്ങളും പച്ച കാണിക്കുന്നില്ലും അത്യാവശ്യമുണ്ട്. ഇന്റർവെൽ വരെ കുറച്ച് ഒരു ലാഗും ഇല്ലാതെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്റർവെൽ കഴിയുമ്പോൾ പടം പെട്ടെന്ന് തീർന്നു പോകുന്നതായിട്ട് എങ്ങനെയുണ്ട് ഫിലിം? പടം സൂപ്പറാ, ഒരു രക്ഷയില്ല. ആക്ഷൻ മൂവി തന്നെയായിരുന്നു. ആ ഒരു അമൽനീല ടച്ചുള്ള ഒരു മൂവിയാണ്. അതുപോലെ തന്നെ എന്താ പറയാ, കുറെ ക്യാപ്റ്റനേഷൻ ആഷിഖ് കപൂറിന്റെ ഒരു കിടിലം വർക്ക് എന്ന് തന്നെ പറയാം. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു ക്രിസ്മസ് വിരുന്ന് തന്നെയാണ്. ഒരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാളെ വെള്ളിയാഴ്ച മാർക്കോ വരുന്നു. മാർക്കോയ്ക്ക് എതിരാളിയായിട്ട് റൈഫിൾ ക്ലബിലുള്ള ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാളത്തിൽ നാളെ മാർക്കോ വരണം, അതിനൊരു എതിരി തന്നെ വരും. ഇത് വേറെ വൈബ് സാധനമാണ്. ഇതില് സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ലൊരു എക്സിക്യൂട്ട് ചെയ്തു. നല്ല സൂപ്പർ പടം. നല്ല ആക്ഷൻ മൂവിയാണ്. ആക്ഷൻ സിനിമയുടെ മേക്കിംഗ് അടിപൊളിയാണ്. മ്യൂസിക് അടിപൊളിയാണ്. നെഗറ്റീവ് കുറച്ച് കുറവാണ്, പക്ഷെ നല്ല സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം. പടം വയസ്സ് നോക്കിയാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമഡിയാണ്. കോമഡി ഒരു ഇതിന് ചിരിക്കാനുള്ള നല്ലതുണ്ട്. പക്ഷേ ഞാനൊരു പരിധിവരെ ഇത് ഏറ്റവും പ്ലസ് പറയുള്ളൂ. അത്യാവശ്യം വയലൻസും കാര്യങ്ങളും പച്ച കാണിക്കുന്നില്ലും അത്യാവശ്യമുണ്ട്. പിന്നെ ട്രെയിലറില് റിവീലിംഗ് അല്ല, പക്ഷെ ഒരു ഇന്ത്യയിലെ ഒരു നടൻ ഇതിലുണ്ട്, ഒരു ഹനുമാൻ അച്ഛനായിട്ട്. എനിക്ക് അത്രവർക്ക് അറിയാന്നുണ്ടോ, ഭയങ്കരമായിട്ട് ആ പുള്ളി കണ്ട് അച്ഛനും മോനും പക്കാ കാസ്റ്റിംഗ്. പിന്നെ അതിലെ എല്ലാ കാസ്റ്റിങ്ങുകൾക്കും അതിനനുസരിച്ചുള്ള അഭിനയ കാര്യം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ചിലർ ഇത്രയും കാസ്റ്റിംഗ് അപ്പൊ ലാസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട്, ക്ലൈമാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു റിവീലിംഗ് ഷോട്ട് 10-25 പേര് ക്ലോക്ക് ഇടിച്ചിരിക്കും. ആ ഒരു സാധനം സ്പോയിലറാണ്. മാർക്കും ഇല്ലായിരുന്നെങ്കിൽ ഇത് അറിയാനാ. അപ്പൊ അറിയില്ല, നാളെ അല്ലേ, ഇതൊന്നും ഒരു പിടിയില്ല. മാർക്കോട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഫിലിം? നാളെ മാർക്കോ ഇറങ്ങിയാലേ കറക്റ്റ് നമുക്ക് ഒരു പ്രശ്നം. കാരണം നാളെ എക്സ്ട്രാ ഡിസൈൻ ഒരു ആർട്ട് ടിക്കറ്റ് വേണ്ട, ഒരു ആരും എടുക്കുന്നില്ല. ഫുൾ മാർക്ക് വീടുകളിലേക്ക് വലിയ സീറ്റ് ചുമ്മാ അടക്കാം. മാർക്ക് ഫുള്ള് എല്ലായിടത്തും ഫുള്ള്. ആ ഫസ്റ്റ് എന്തായാലും നല്ലൊരു ആക്ഷൻ മൂവി തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി, അവസാനം അങ്ങോട്ട് ആക്ഷൻ. ആ ഒരു സാധനമാണ്. ടൈം കുറച്ച് കുറവുണ്ടല്ലേ ഫിലിം? നമുക്ക് പെട്ടെന്ന് തീർന്നു നല്ലത്, പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഫീൽ. ഒരു കുഴപ്പമില്ല. കാരണം 2 മണിക്കൂർ 10 മിനിറ്റ് അങ്ങനെ തോന്നാം, അത് മതി. പടം നൈസാണ്, അടിപൊളി പടമാണ്. ആഷിഖ് കപൂറിന്റെ വെയിറ്റ് ചെയ്തിരുന്ന കണ്ട പടമാണ്. നല്ല പടമാണ്. നല്ല പടം എടുത്തേക്കുന്ന നല്ല വിന്റേജ് മൂഡിലാണ് എടുത്തേക്കുന്നത്. നൈസായിട്ടാണ് എടുത്തിട്ടുള്ള. ഇന്റർവെൽ വരെ കുറച്ച് ഒരു ലാഗും ഇല്ലാതെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്റർവെൽ കഴിയുമ്പോൾ പടം പെട്ടെന്ന് തീർന്നു പോകുന്നതായിട്ട് തോന്നുന്നു. ഗൂസ്പംസ് ആണ് ഇന്റർവെൽ വരെ. പടം പക്ക മൂടാണ്. ബാച്ചുലർ പാർട്ടി ലെവലാണ്. പക്ഷെ അത് നമ്മൾ ആ ഫ്രെയിം എല്ലാം വർക്കൗട്ട് ആണ്, അതുപോലെയാണ്. പക്ഷെ അതൊരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബാച്ചുലർ പാർട്ടി കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, വിന്റേജ് ആണ്. കുറച്ചുകൂടെ വിന്റേജ് മോഡലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഗൺസ് എല്ലാം പഴയ മോഡലും പുതിയ മോഡലും ആയിട്ടുള്ള ക്ലാഷ് അങ്ങനെയൊക്കെയാണ് എടുത്തേക്കുന്നത്. നൈസായിട്ട് നല്ല മൂവിയാണ്. നാളെ മാർക്കോ വരണം. അപ്പൊ അതിന്റെ കൂടെ മാർക്കോ വെച്ച് നോക്കുമ്പോൾ മാർക്കോ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ മാർക്കോടെ ഒന്നും പിടിക്കത്തില്ല. കാരണം അത്ര വയലന്റ് പടം എന്നൊക്കെയാണ് പറയുന്നത്. മാർക്കോയ്ക്കും ഫസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മാർക്ക് വന്നാലേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. മാർക്ക് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഇത് അതിന്റെ പരിസരത്ത് വരത്തില്ല. പക്ഷെ ഇത് രണ്ടും വയലൻസ് തന്നെയാണ്, പക്ക വയലൻസ്. ഇത് നല്ല വയലൻസ് ഉള്ള ഒരു മൂവി തന്നെയാണല്ലേ? പ്രോപ്പർ വയലന്റ് ആണ്. ഫസ്റ്റ് എങ്ങനെ കോമഡി? നമുക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് എന്തോ കോമഡി ആണെന്ന്. ഫസ്റ്റ് ഹാഫ് ഈ ദിലീഷ് പോത്തൻ തന്നെ മൊത്തം കൗണ്ടറാണ്, അടിക്കുന്ന എല്ലാം കൗണ്ടറാണ്. അതിന് വേറെ സംസാരമൊന്നുമില്ല, ഫുൾ കൗണ്ടറാണ്. പടം നൈസാണ്. വൈബായിട്ടിരിക്കും. പറയുന്ന എല്ലാം ടൈമിന്റെ കാര്യം എന്തോ പറയുന്നുണ്ടോ? ടൈം എന്തോ പെട്ടെന്ന് സിനിമ തീർന്നു. അതായത് ഇന്റർവെൽ കഴിഞ്ഞ് കഴിഞ്ഞ് പെട്ടെന്ന് പടം തീർന്നു. അതൊരു വിഷം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് കുറച്ചുകൂടെ എല്ലാവർക്കും വലിയ സെറ്റപ്പ് ആയിട്ട്, പക്ഷെ കൂടുതൽ വലുതാക്കിയാൽ പടം പോരാതാവും. ഒരു മേക്കിംഗ് വൈസ് നല്ലൊരു പടം, ആക്ഷൻ പാക്ഡ് ആണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടുണ്ട്. അനുരാഗ് കശ്യപ്, വാണി വിശ്വനാഥ്, പിന്നെ വിജയരാഘവൻ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസാണ്. എക്സ് വിജയന്റെ സ്കോറിംഗ് ആണെങ്കിലും സൂപ്പർ ആയിരുന്നു. എന്തായാലും നാളെ മാർക്കോ വരെയാണ്. അപ്പൊ അതുമായിട്ട് എങ്ങനെ കോമ്പറ്റീഷൻ ആണ് മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് നാളെ നോക്കണം. It was very nice movie, very short movie, 2 hours movie, I guess, not that long or something, but it's very nice, like time passed full on. Not even a single minute was not exciting or something. Every minute was exciting and it was a very nice movie. എന്നാലും എങ്ങനെയാണ്, ഒരു അമൽനീരത് മൂടൊക്കെ ആയിരുന്നു ട്രെയിലറൊക്കെ കണ്ടപ്പോ? കുഴപ്പമില്ല, നല്ല സിനിമ. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷനൊക്കെ ക്ലാസ് ആണോ പോകുന്നത്? ക്ലാസ് ടോട്ടലി പറയാൻ എങ്ങനെയുണ്ട്? നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. കൊള്ളാം.